ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹിമാക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് +1 സോഷ്യോളജിയുടെ എക്സാം കഴിഞ്ഞ ശനിയാഴ്ച കഴിഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആൻസർക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരുക. സോഷ്യോളജി എക്സാമിന്റെ പേപ്പറുമായി ബന്ധപ്പെട്ട് ആൻസറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഓപ്പൺ ചെയ്യുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം ഫസ്റ്റ് അങ്ങോട്ട് പറയാണ്, ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്. നിങ്ങളൊക്കെ ചാനലിനെ പരമാവധി പ്രൊമോട്ട് ചെയ്യണം. നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ പരമാവധി ഫോളോ ചെയ്ത് കൂടെ കൂടണം ഈ സമയത്ത് അറിയിക്കുകയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്കൊക്കെ ഈ ചാനലിനെ എത്തിച്ചു കൊടുക്കണം. അടുത്ത വർഷമൊക്കെ +2 +1 കൂടുതൽ വിഷയങ്ങൾ, ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ് വിഷയങ്ങളൊക്കെ ഇതിലൂടെ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ സമയത്ത് ഞാൻ തേടുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വീഡിയോ മുൻപോട്ട് കാണുക. ഇനി പറയാനുള്ളത് എക്സാമിനെ കുറിച്ചാണ്. A+കാരെ ഒന്ന് പിടിക്കാൻ എക്സാം ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഡബിൾ പാസുകാർക്കും പാസ്സാവാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന എക്സാം തന്നെയായിരുന്നു. മുൻകഴിഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. നമ്മൾ ഇതിന് മുൻപ് ഹിമാക്സിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു, എക്സാമിന് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അതിൽ നിന്ന് മാത്രമായിട്ട് 57 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം സിമ്പിൾ ആയിരുന്നു. പക്ഷെ A+കാരെ സംബന്ധിച്ചിടത്തോളം വൺ വേർഡ് ഒക്കെ ഒന്ന് കുഴക്കുന്ന രീതിയിൽ എല്ലാ വർഷത്തെയും അപേക്ഷിച്ച് കുറച്ച് ടഫാകുന്ന രീതിയിലാണ് വന്നു കാണുന്നത്. എന്നാൽ ചോദ്യത്തെ കൂൾ ഓഫ് ടൈമിൽ കൃത്യമായിട്ട് വായിച്ചവർക്ക് ഒന്നും കൂടെ എക്സാം സിമ്പിൾ ആയിട്ടുണ്ടാവും. ഈ സോഷ്യോളജി എക്സാമിന് എന്റെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഉത്തരമല്ല പ്രാധാന്യം, ചോദ്യമാണ്. ചോദ്യം എങ്ങനെ വരും? ചോദ്യത്തിന് ഒരു കെട്ടുണ്ടായിരിക്കും. ആ കെട്ട് പൊട്ടിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ പിന്നീട് എല്ലാം വളരെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, നമുക്ക് നേരെ ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ കീയിലേക്ക് പോവാം, ചോദ്യ പേപ്പറിലേക്ക് പോവാം. എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഭാഗം എന്ന് പറയുന്നത് 1 മുതൽ 10 വരെയുള്ള ചോദ്യത്തിന് ഏതെങ്കിലും 9 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഒരു സ്കോർ വീതമാണ് ലഭിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഒരേ സ്ഥലത്ത് ഒരേ സമയം കൂടിച്ചേരുന്ന ആളുകളുടെ കൂട്ടത്തെ ഡാഷ് എന്ന് പറയുന്നു. സഞ്ചയം അല്ലെങ്കിൽ അഗ്രിഗേറ്റ് എന്നാണ് ആൻസർ വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, സാമൂഹിക ശാസ്ത്രപരമായ ഭാവന എന്ന പദം സൃഷ്ടിച്ചത് ആരാണ്? CW മിൽസ് എന്നാണ് അതിന്റെ ആൻസർ വരുന്നത്. CW മിൽസ്. മൂന്നാമത്തെ ചോദ്യം, ജനിച്ച കുടുംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ദിശ കുടുംബം അല്ലെങ്കിൽ ഫാമിലി ഓഫ് ഓറിയന്റേഷൻ എന്നാണ് ആൻസർ വരുന്നത്. നാലാമത്തെ ചോദ്യം, പങ്കാളിയുടെ നിരീക്ഷണത്തെ പലപ്പോഴും ഡാഷ് എന്ന് വിളിക്കുന്നു. ഫീൽഡ് വർക്ക് എന്നാണ് ആൻസർ വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം, താല്പര്യങ്ങളുടെ ഏറ്റുമുട്ടലിനെ സൂചിപ്പിക്കുന്ന പദമാണ് സംഘട്ടനം അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ആൻസർ. ഓക്കെ. ആറാമത്തെ ചോദ്യം, സഹകരണം രണ്ടായി വിഭജിക്കുന്നു. നിർബന്ധിത സഹകരണം ഡാഷ് സഹകരണം. സ്വമേധയാൽ ഉള്ള സഹകരണം എന്നാണ് ആൻസർ വരുന്നത്. വോളണ്ടറി കോർപ്പറേഷൻ എന്നാണ് അതിന്റെ ആൻസർ ഇംഗ്ലീഷിൽ വരിക. ഓക്കെ. ഏഴാമത്തെ ചോദ്യം, മുമ്പ് താഴ്ന്ന ക്ലാസ്, അയൽപക്കത്തെ ഇടത്തരം, ഉയർന്ന ക്ലാസ് എന്നിങ്ങനെ പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയയെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഇതിന്റെ ആൻസർ കുലീനവൽക്കരണം എന്നാണ്. ജെൻട്രിഫിക്കേഷൻ എന്നും ഇതിന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. എട്ടാമത്തെ ചോദ്യം, മനുഷ്യൻ ഒരു ഘടകമായിരുന്ന ഭൗതികവും ജൈവികവുമായ സംവിധാനങ്ങളുടെയും പ്രക്രിയയുടെയും ശൃംഖല ഡാഷ് എന്ന് പറയുന്നു. പരിസ്ഥിതി അല്ലെങ്കിൽ ഇക്കോളജി എന്ന് ഇതിന് ആൻസർ വരുന്നു. ഒൻപതാമത്തെ ചോദ്യം, ശരത് ചന്ദ്ര റോയി 1922 ആരംഭിച്ച ജേർണലിസമാണ് മാൻ ഇൻ ഇന്ത്യ എന്നുള്ളത്. പത്താമത് ചോദ്യം, DP മുഖർജിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ പാരമ്പര്യങ്ങളിലെ മാറ്റത്തിന്റെ 3 തത്വങ്ങളിൽ ശ്രുതി, സ്മൃതി, ഉഭവ ഡാഷ് എന്നുള്ളടത്ത് ഉഭവ എന്നാണ് ആൻസർ വരിക. ഇനി 11 മുതൽ 15 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. 2 സ്കോർ വീതമാണ് ഇതിൽ പറയുന്നത്. ബന്ധിത സമുദായങ്ങളെ കുറിച്ചൊരു
ചെറിയ കുറിപ്പ് തയ്യാറാക്കാൻ പറയുന്നുണ്ട്. ബന്ധ്യ സമുദായം എന്ന് പറഞ്ഞാല് നഗരത്തിലെ ഫ്ലാറ്റ് എക്സാമ്പിൾ ആക്കി വെച്ചിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അവര് സ്വന്തമായിട്ട് മതിലൊക്കെ കെട്ടി ആർക്കും ഉള്ളിലേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു സ്വകാര്യ ജീവിതം അനുഷ്ഠിക്കുന്ന ആളുകളെയാണ് ബന്ധിത സമുദായം എന്ന് പറയുന്നത്. 12ാമത്തെ ചോദ്യം, മുൻഗണന വിഭാഗങ്ങളുടെ ഏതെങ്കിലും 2 തരത്തിലുള്ള നേട്ടങ്ങൾ പട്ടികപ്പെടുത്തണമെന്ന് പറയുന്നത്. അതിൽ ജീവിതാവസരം, സാമൂഹിക പദവി, രാഷ്ട്രീയ സ്വാധീനം, ഇത് 3 ഉണ്ട്. ഇത് 2 എഴുതിയാൽ മതിയായിരുന്നു. ജീവിതാവസരം, സാമൂഹിക പദവി, രാഷ്ട്രീയ സ്വാധീനം. 13ാമത്തെ ചോദ്യം, വംശീയ കേന്ദ്രീമുഖതയും സർവജനീനതയും തമ്മിലുള്ള വ്യത്യാസം വേർതിരിക്കുക എന്നുള്ളതാണ് 13ാമത്തെ ചോദ്യം. വംശീയ കേന്ദ്രീമുഖതയും സർവജനീനതയും തമ്മിൽ വേർതിരിക്കുക. വംശീയ കേന്ദ്രീമുഖത എന്ന് പറഞ്ഞാല് അവിടെ ഹിറ്റ്ലറൊക്കെ എക്സാമ്പിൾ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. സ്വന്തം ആശയങ്ങളെയും ആദർശങ്ങളെയും മഹത്വവൽക്കരിച്ച് കാണുകയും മറ്റുള്ളവരുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും മോശമായിട്ട് കാണുകയും ചെയ്യുന്നതിനെയാണ് വംശീയ കേന്ദ്രീമുഖത എന്ന് പറയുന്നത്. എന്നാൽ സർവജനീനത എന്ന് പറഞ്ഞാൽ എല്ലാ ആശയങ്ങളെയും ആദർശങ്ങളെയും ഒരുപോലെ കാണാനും അതിനെ ഒരേ രീതിയിൽ മനസ്സിലാക്കാനും പറ്റുന്നതിനെയാണ് സർവജനീനത എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. 14ാമത്തെ ചോദ്യം, മതത്തിന്റെ ഏതെങ്കിലും 2 സവിശേഷതകൾ പട്ടികപ്പെടുത്തുക. ആചാരങ്ങൾ, ചട്ടങ്ങൾ, അതുപോലെ തന്നെ വിശ്വാസ സമൂഹം, അതുപോലെ ശുദ്ധമായ സ്ഥലങ്ങളും ചിഹ്നങ്ങളും, ഇതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. 15ാമത്തെ ചോദ്യം, സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ഉദ്ഭവത്തിന് കാരണമായ 2 ഭൗതിക പ്രശ്നങ്ങൾ കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലൊന്ന് വ്യവസായ വിപ്ലവവും മറ്റൊന്ന് മുതലാളിത്തവുമാണ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആൻഡ് ക്യാപിറ്റലിസം. ഇത്രയാണ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഈ 16 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും 3 ഉത്തരം എഴുതുക. 4 സ്കോർ വീതമാണ് ലഭിക്കുന്നത്. ഇവിടെ നമ്മൾ ഫുൾ ആൻസർ പറഞ്ഞു പോകുന്നില്ല. ഇനി നമ്മൾ ഇതിന് മുൻപ് ഞാൻ ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നു, ഏത് ക്വസ്റ്റ്യൻ വരുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞൊരു വീഡിയോ. ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ആ വീഡിയോയിൽ പറഞ്ഞ എത്ര ക്വസ്റ്റ്യൻ എസ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതില് 16ാമത്തെ ക്വസ്റ്റ്യൻ, 4 വ്യത്യസ്ത തരം കുടുംബങ്ങളെ പട്ടികപ്പെടുത്തുക. നമ്മളന്ന് കൃത്യമായിട്ട് പറഞ്ഞതാണ് സാമൂഹ്യ സ്ഥാപനങ്ങൾ പഠിച്ചിട്ട് പോകണം എന്നുള്ളത്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ, സർവേ രീതിയുടെ ഗുണങ്ങൾ വിശകലനം ചെയ്യുക. ഇത് ദത്തശേഖരണത്തിന്റെ ഇല്ലെങ്കിൽ വിവരശേഖരണത്തിന്റെ 3 രീതികൾ പഠിക്കാൻ പറഞ്ഞിരുന്നു, അതിൽ പെടുന്നതാണ്. 18ാമത്തെ ചോദ്യം, സാമൂഹ്യ ശാസ്ത്ര ഗവേഷണ വിഷയമായ ഗ്രാമത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും എം.എൻ. ശ്രീനിവാസും ലൂയിസ് ഡുമോണ്ടും പ്രകടിപ്പിച്ച വാദങ്ങളെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. ഞാൻ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മുടെ എം.എൻ. ശ്രീനിവാസനെയും അദ്ദേഹത്തിന്റെ ഗ്രാമ പഠനത്തെ കുറിച്ചും സംസ്കൃതവൽക്കരണത്തെ കുറിച്ചും പഠിക്കാൻ വേണ്ടി പ്രത്യേകം വീഡിയോയിൽ മെൻഷൻ ചെയ്തിരുന്നു. ആ ഭാഗത്തു നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ചയ്ക്ക് പറഞ്ഞിട്ടില്ല. 20 മുതൽ 23 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 ആൻസർ എഴുതിയാൽ മതി. 5 മാർക്ക് വീതം ലഭിക്കുന്നുണ്ട്. ഫസ്റ്റ് ഭാഗത്തിന് ചേരുംപടിയാണ്. അഗസ്റ്റേ കൊംതെ, സാമൂഹ്യ ശാസ്ത്ര സ്ഥാപകൻ എന്നാണ് ആൻസർ വരുന്നത്. ബി പദവി, സാമൂഹ്യ നില എന്നാണ് ആൻസർ വരുന്നത്. സമൂഹത്തിലെ തൊഴിൽ വിഭജനം, എമിലി ഡെർഖെയിം എന്നാണ് ആൻസർ വരുന്നത്. ഇന്ത്യൻ സംഗീതത്തിലേക്കുള്ള ആമുഖം, DP മുഖർജി എന്നാണ് ആൻസർ വരുന്നത്. ദക്ഷിണേന്ത്യയിലെ കൂർഗുകൾക്കിടയിലെ മതവും സമൂഹവും എന്നുള്ള ഭാഗം, M.N. ശ്രീനിവാസ് എന്നാണ് ആൻസർ വരുന്നത്. ഇതിന് 5 മാർക്കാണ് ഈ ചേരുംപടി കംപ്ലീറ്റ് ആയിട്ട് ശരിയായിട്ട് നമുക്ക് ലഭിക്കുക. 21ാമത്തെ ക്വസ്റ്റ്യൻ, സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിലുള്ള ബന്ധം വിശകലനം ചെയ്യുക. ഞാൻ നിങ്ങളോട് പ്രത്യേകം വീഡിയോയിൽ പറഞ്ഞിരുന്നു, സോഷ്യോളജിയും മറ്റു ശാസ്ത്രശാഖകളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുള്ളൊരു വിവരണം ഉണ്ടാക്കിയിട്ട് പോകണം എന്നുള്ളത് അതിൽ വരുന്നൊരു ഭാഗമാണിത്. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ, സാമൂഹ്യ ശാസ്ത്ര ഗവേഷണത്തിലെ വസ്തുനിഷ്ഠതയും ആത്മനിഷ്ഠതയും ഹ്രസ്വമായി വിശദീകരിക്കുക. നമ്മളിത് ചർച്ചയ്ക്ക് വെച്ച ഭാഗമാണ്. ആ വീഡിയോയിൽ കൃത്യമായിട്ടത് പറഞ്ഞിട്ടുണ്ട്. 23ാമത്തെ ക്വസ്റ്റ്യൻ, വ്യത്യസ്ത തരത്തിലുള്ള വിവാഹങ്ങളും വിവാഹ നിയമങ്ങളും. ഇത് ചോദിച്ചിരിക്കുന്നത് സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള 2ാമത്തെ സ്ഥാപനമായ വിവാഹങ്ങൾ എന്ന് പറയുന്ന
ഭാഗത്തു നിന്നുമാണ്. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗം 24 മുതൽ 27 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും മൂന്നെണ്ണത്തിൽ ഉത്തരം എഴുതിയാൽ മതി. 6 സ്കോർ വീതം ലഭിക്കുന്നതാണ്. സംസ്കാരത്തിന്റെ 24ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്കാരത്തിന്റെ 3 മാനങ്ങൾ ഉദാഹരണ സഹിതം വിശദീകരിക്കുക. നമ്മൾ ചർച്ച ചെയ്തതാണ് നൈതികം, ഭൗതികം, ജ്ഞാനാത്മകം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി 25 യാന്ത്രിക ഐക്യവും ജൈവിക ഐക്യവും പട്ടികപ്പെടുത്തുക, വിശദീകരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക്. ഇത് ചർച്ചയ്ക്ക് വെച്ച സാധനമാണ്. 26 നമ്മൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, 26ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല. 27 പറഞ്ഞതാണ്. GS ഗുരുവ മുന്നോട്ട് വെച്ച ജാതി വ്യവസ്ഥയുടെയും സവിശേഷതകൾ പട്ടികപ്പെടുത്തുക എന്നുള്ളതാണ് 27ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ ചർച്ചയിലേക്ക് വെച്ചതാണ്. ഇനി 28 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും രണ്ടെണ്ണത്തിൽ ഉത്തരം എഴുതിയാൽ മതി. 8 സ്കോർ വീതമാണ് ലഭിക്കുന്നത്. ഇതിൽ 28ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ചയ്ക്ക് വെച്ചതാണ്. സാമൂഹിക സംഘത്തെ നിർവചിക്കുകയും വ്യത്യസ്ത തരം സാമൂഹിക സംഘങ്ങളെ ഒരു വിശദീകരണ രീതിയിൽ എഴുതുകയും ചെയ്യാന്നുള്ളതാണ്. ഇത് 2ാമത്തെ ചാപ്റ്റർ ആണ്. ഓക്കെ, ഇനി 29ാമത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിവിധതരം സാമൂഹിക മാറ്റങ്ങളെ വിവരിക്കുക. ഇത് നമ്മൾ ചർച്ചയ്ക്ക് വെച്ചിട്ടില്ല ആ വീഡിയോയിൽ. 30 പ്രധാന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. ഒരു ചാപ്റ്ററിൽ അത് മാത്രമേ വരുള്ളൂ എസ് ആയിട്ടെന്ന് പറഞ്ഞ് പ്രത്യേകം പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ പഠിക്കാൻ വേണ്ടി പ്രത്യേകം മെൻഷൻ ചെയ്തിരുന്നു. ഇതാണ് മൊത്തമായിട്ടുള്ള സോഷ്യോളജിയുടെ ഒരു ചിത്രം എന്ന് പറയുന്നത്. എല്ലാവർക്കും കൃത്യമായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓക്കെ, താങ്ക് യു.